ഇതൊരു പ്രത്യേക തരത്തിലുള്ള യോഗമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബഹുമാനായ തപൻസൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യമാണ് ഇത്തരമൊരു കോൺക്ലേവ് നടത്തുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായും ആർദ്രമായി അഭിവാദ്യം ചെയ്യട്ടെ. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ലഘൂകരിക്കാനെന്ന പേരിൽ 29 തൊഴിൽ നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ കൂട്ടിയോജിപ്പിച്ച് ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുന്നത്. വേജസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, സോഷ്യൽ സെക്യൂരിറ്റി, ഓക്കുപ്പേഷണൽ സേഫ്റ്റി മുതലായവയാണവ. അവ നടപ്പാക്കുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമെന്ന ആശങ്ക പൊതുസമൂഹത്തിലാകെ ശക്തമായി ഉയർന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഉയർന്നു വരാനിടയുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ആരായാനുമുള്ള വേദിയായാണ് ഈ ലേബർ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ തൊഴിൽ മേഖല ചരിത്രപരമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെ ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് ഇത്തരമൊരു സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് കേവലമായ ഒരു ഔദ്യോഗിക പരിപാടിയായി ചുരുക്കി കാണേണ്ട ഒന്നല്ല, മറിച്ച് ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ശരിയായ തൊഴിലാളി സമൂഹത്തിൻ്റെ അവകാശങ്ങളും അന്തസ്സും അസ്തിത്വവും സംരക്ഷിക്കുന്നതിനുള്ള നിയമപരവും രാഷ്ട്രീയപരവും ജനാധിപത്യപരവുമായ പ്രതിരോധ വേദിയായി ഇതിനെ കാണേണ്ടതാണ്. ആഗോളതലത്തിൽ തന്നെ മൂലധന ശക്തികളും തൊഴിൽ ശക്തികളും തമ്മിലുള്ള അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുക, അവരുടെ ആശങ്കകൾ പങ്കുവെക്കുക, അവർക്കൊപ്പം നിൽക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ രാഷ്ട്രീയവും ചുമതലയാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയിലും ഉൽപാദന രീതികളിലും മാറ്റം വരുന്നു. എന്നാൽ ഈ മാറ്റങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. അത്
ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനാണോ, അതോ ചുരുക്കം ചില കോർപ്പറേറ്റുകളുടെ ലാഭം പെരുപ്പിക്കാനാണോ? തൊഴിൽ ശക്തിയുടെ മൗലികാവകാശങ്ങളെ പരിമിതപ്പെടുത്തുകയും വൻകിട കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന നയസമീപനങ്ങൾ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനെതിരെ യുക്തിഭദ്രവും ജനാധിപത്യപരവുമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക എന്നത് ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തിൻ്റെ കടമയാണ്. തൊഴിൽ സുരക്ഷിതത്വവും സാമൂഹ്യക്ഷേമവും ഉറപ്പുവരുത്താത്ത വികസന മാതൃകകൾ സുസ്ഥിരമല്ല എന്ന ബോധ്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്.